പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യമുള്ള ഏകദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയുടെ ചില വേദപുസ്തക മുൻകുറികളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നുമുള്ള ചില മുൻകുറികൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകൾ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് വീണ്ടും പുതിയ നിയമത്തിൽ തന്നെ ചില സൂചനകൾ നമ്മളൊന്നുകൂടി ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പുതിയ നിയമത്തിലുടനീളം നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിശ്രൂഷ വേളയിൽ കർത്താവ് അപ്പവും വീഞ്ഞുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ ഏറ്റവും ആദ്യത്തെ അത്ഭുതം അടയാളമായി കരുതപ്പെടുന്ന തിരുവചനത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് കാനാവിലെ കല്യാണ വിരുന്നിൽ സംഭവിച്ച അത്ഭുതമാണ്. അവിടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു പച്ചവെള്ളത്തെ പുതുവീഞ്ഞാക്കി മാറ്റുന്നുണ്ട്. നമുക്കറിയാം, ഈ വീഞ്ഞിനെയാണ് കർത്താവ് തൻ്റെ പരിശ്രൂഷയുടെ അവസാന നാളുകളിൽ തിരുരക്തമായി മാറ്റുന്നത്. അപ്പോൾ വീഞ്ഞിൻ്റെ ഈ പ്രതീകത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെ പുതുവീഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ സൂചനയാണ് നമുക്ക് തരുന്നത്. ആ അത്ഭുതത്തിൽ ഇത് ഭൗതിക വസ്തുക്കളുടെ മേൽ കർത്താവിനുള്ള അധികാരത്തെ അവിടുന്ന് സ്ഥാപിച്ചു. രൂപമാറ്റം വരുത്താനുള്ള, ഒരു ഭൗതിക വസ്തുവിനെ രൂപമാറ്റം വരുത്തുവാനുള്ള കർത്താവിൻ്റെ കഴിവിനെയാണ് അവിടെ നമ്മൾ വിലയിരുത്തുന്നത്. ഈ അത്ഭുതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് കർത്താവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുടുംബത്തിലാണ് ഇത് സംഭവിച്ചത്. കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയുടെ വിവാഹ വിരുന്നിലേക്ക് കർത്താവും മാതാവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു. അങ്ങനെ അവർ അവിടെ എത്തുമ്പോൾ സുറിയാനി പിതാക്കന്മാർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? കർത്താവിനെ മനസ്സിലാക്കാൻ കഴിയാത്ത വിധം വലിയ ഒരു ആർഭാടത്തിൻ്റെ ഒരു സന്ദർഭമായിരുന്നു അത്. ആട്ടവും പാട്ടും നൃത്തവുമെല്ലാം ആ വിവാഹ വിരുന്നിലുണ്ടായിരുന്നിരിക്കാം. ഏതായാലും സാമാന്യം വലിയ ഒരു വിവാഹമായിരുന്നു അത്. കാരണം 6 വലിയ കമാനങ്ങൾ ആ വിവാഹ വിരുന്നിന് വേണ്ടി ഒരുക്കപ്പെട്ടിരുന്നു. ആ കമാനങ്ങളിലെല്ലാം തന്നെ 6 കൽഭരണികൾ ആളുകൾക്ക് കാലും മുഖവും കയ്യുമൊക്കെ കഴുകുന്നതിന് വേണ്ടി ക്രമീകരിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ വലിയൊരു വിവാഹ വിരുന്നാണ് അവിടെ ഒരുക്കിയിരുന്നത്. സുറിയാനി പിതാക്കന്മാർ പറയുന്നത് കർത്താവ് തൻ്റെ ആംഗ്യത്താൽ വീഞ്ഞിനെ തീർത്ത് കളഞ്ഞു എന്നാണ്. അങ്ങനെ അവിടെ വീഞ്ഞ് തീർന്നു പോകുക എന്നത് സ്വാഭാവികമായൊരു പ്രവൃത്തിയായിരുന്നില്ല. അങ്ങനെ വീഞ്ഞ് തീർന്നു കഴിഞ്ഞപ്പോൾ ആ വീട് മ്ലാനവതമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു. പാട്ടും നൃത്തവുമെല്ലാം അവസാനിച്ചു. ആ സന്ദർഭത്തിലാണ് കർത്താവ് ഒരു അത്ഭുതത്തെ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും വീഞ്ഞ് തീർന്നു പോകുന്ന സന്ദർഭങ്ങൾ, അത് നമ്മുടെ ആർഭാട ജീവിതം, തിരുവചനത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള നമ്മുടെ ജീവിത രീതികൾ, ഇതെല്ലാം നമ്മെ നയിക്കുന്നത് വീഞ്ഞ് തീർന്നു പോകുന്ന ഒരു അനുഭവത്തിലേക്കാണ്. പരിശുദ്ധാത്മാവാകുന്ന വീഞ്ഞ് ഇല്ലാതെ പോകുന്ന ഒരു സന്ദർഭം, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരനുഭവം, പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് കർത്താവിൻ്റെ പ്രത്യേകമായ ഇടപെടൽ ഇവിടെ നമ്മൾ കാണുന്നത്. മാതാവിൻ്റെ മധ്യസ്ഥ മുഖാന്തരമായിട്ട് യേശു അവിടെ ഒരു അടയാളം ചെയ്തു. ആ അടയാളം ചെയ്യുന്നതിന് മുമ്പ് കർത്താവ് ചെയ്ത കാര്യങ്ങൾ, അത് വിശുദ്ധ കുർബാനയുടെ ഒരു മുൻകുറി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കർത്താവ് പറഞ്ഞു, ഇതാ ആ കൽഭരണികൾ എല്ലാം വെള്ളം നിറയ്ക്കുക എന്ന്. കൽഭരണികൾ നമുക്കറിയാം കൈകാലുകൾ കഴുകുന്നതിന് വേണ്ടി യഹൂദ നിയമപ്രകാരം ക്രമീകരിച്ചിരുന്നതാണ് കൽഭരണികൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും വീഞ്ഞ് നിറയ്ക്കാനുള്ള ശുദ്ധിയൊന്നും അതിനുണ്ടായിരുന്നു കാണുകയില്ല. അപ്പോൾ ആ പരിചാരകന്മാർ വളരെ പാടുപെട്ട് ആ കൽഭരണികളെല്ലാം കഴുകി വെടിപ്പാക്കുന്നുണ്ട്. അത് കൽഭരണികൾ കഴുകി വെടിപ്പാക്കി അതിൽ പച്ചവെള്ളം നിറച്ച് കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. പ്രിയമുള്ളവരെയും, നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവ് നിറവ് നമുക്കുണ്ടാകണമെങ്കിൽ, ദൈവത്തിൽ നിന്ന് ഒരത്ഭുതം നമുക്ക് പ്രതീക്ഷിക്കണമെങ്കിൽ, ഈ കൽഭരണികൾ വൃത്തിയാക്കപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതത്തെയും അനുരഞ്ജനമെന്ന കൂദാശയിലൂടെ, വിശുദ്ധ കുമ്പസാരമെന്ന കൂദാശയിലൂടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നമുക്കൊരു ശുദ്ധീകരണം പ്രാപിക്കാനായിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തു അവിടെ മുന്നോട്ട് വയ്ക്കുന്നൊരു കാര്യം ഇതാണ്: ഈ കൽഭരണികൾ കഴുകി വൃത്തിയാക്കുക, അല്ലെങ്കിൽ അതിൽ വെള്ളം നിറയ്ക്കുക എന്ന്. ആ പരിചാരകന്മാർ അതനുസരിച്ചു. അത് അനുസരിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവിടെ അത്ഭുതം നടക്കാനായിട്ട് ഇടയായിത്തീർന്നത്. വീണ്ടും കർത്താവ് പറഞ്ഞു, ഇത് വിരുന്നുവാഴിയുടെ അടുക്കൽ കൊണ്ടുപോയി ഇത് കൊടുക്കുക എന്ന്. അതും ആ പരിചാരകന്മാർ അനുസരിച്ചു. അപ്പോൾ ചോദ്യം കൂടാതെ യേശുവിൻ്റെ കൽപ്പനകളെ അനുസരിച്ചപ്പോഴാണ് ആ വെള്ളം വീഞ്ഞായി തീർന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ വീഞ്ഞ് നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങളിൽ
കർത്താവിൻ്റെ ഒരു ഇടപെടൽ, ഒരത്ഭുതം നമുക്ക് പ്രതീക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ കാണുന്ന വ്യവസ്ഥ ഇതാണ്. നമ്മെ തന്നെ വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ വ്യവസ്ഥ. രണ്ടാമത്തെ വ്യവസ്ഥ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ആരെല്ലാമാണോ ജീവിതത്തിൽ വിശുദ്ധീകരണം പ്രാപിക്കുന്നത് അവർക്കാണ് കൽപ്പന അനുസരിക്കാനുള്ള യോഗ്യതയുണ്ടാകുന്നത്. അവർക്ക് മാത്രമേ കൽപ്പന അനുസരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അശുദ്ധിയിൽ തുടരുന്നിടത്തോളം ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനോ ദൈവത്തിൻ്റെ സ്വരം കേട്ട് അതനുസരിക്കുവാനോ നമുക്ക് കഴിയുകയില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വിശുദ്ധ കുർബാനയുടെ ഒരു മുൻകുറി തന്നെയാണ്. വിശുദ്ധ കുർബാന എന്ന ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മളെ തന്നെ നമ്മൾ കഴുകി വിശുദ്ധീകരിക്കണം. കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാനുള്ള ഒരു മനോഭാവം നമ്മിലുണ്ടാകണം. അപ്പോൾ മാത്രമേ ആരാധന ഒരു അനുഭവമായി മാറുകയുള്ളൂ. വിശുദ്ധ ആരാധന സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയായിട്ട് മാറുകയുള്ളൂ. ഇതാ ആത്മാവിൻ്റെ പുതിയൊരു അഭിഷേകം നമുക്ക് ഇത് വിശുദ്ധ കുർബാന എന്ന ആരാധനയിലൂടെ ലഭിക്കുകയുമുണ്ട്. ഇതാണ് ഈ മുൻകുറിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു അപ്പത്തെ വർദ്ധിപ്പിക്കുന്ന രണ്ട് സന്ദർഭങ്ങൾ നമുക്ക് തിരുവചനത്തിൽ വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഒരിക്കലും 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. പിന്നീട് ഒരിക്കൽ 4 അപ്പം കൊണ്ട് 7000 പേരെ പോഷിപ്പിക്കുന്നു. ഇങ്ങനെ രണ്ട് സംഭവങ്ങൾ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയും ഇതാ അപ്പത്തെക്കുറിച്ചുള്ളൊരു സൂചന അവിടെ കാണുന്നുണ്ട്. 5 അപ്പത്തെ കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന സന്ദർഭത്തിൽ 5000 പുരുഷന്മാരും അതിനടുത്ത സ്ത്രീകളും കുട്ടികളുമൊക്കെയുള്ള ജനവിഭാഗത്തെ പോഷിപ്പിക്കുന്ന ആ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഇതാ 3 ദിവസം ഈ ജനങ്ങൾ യേശുവിൻ്റെ വചനം കേട്ടുകൊണ്ട് യേശുവിൻ്റെ അടുക്കലിരിക്കുകയായിരുന്നു. ആ 3 ദിവസം വചനം കേട്ടുകൊണ്ടിരുന്ന ജനത്തിൻ്റെ നോക്കിക്കൊണ്ട് കർത്താവിന് അവരോട് അനുകമ്പ തോന്നി. ഇവരെ വെറും കൈയോടെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് ഇതാ അവർക്ക് അപ്പം കൊടുക്കാനായിട്ട് അങ്ങനെ ഒരു അടയാളത്തെ, ഒരു അത്ഭുതത്തെ ചെയ്യാനായിട്ട് തുനിയുന്നത്. പ്രിയമുള്ളവരെ, 3 ദിവസം ഒരു വലിയ സൂചനയാണ്. മോശ ഇസ്രായേൽ ജനത്തെ ദൈവസാന്നിധ്യത്തിലേക്ക് അടുപ്പിക്കുമ്പോൾ മോശ ഇസ്രായേൽ ജനത്തോട് പറയുന്നുണ്ട്, നിങ്ങൾ 3 ദിവസം വ്രതമെടുക്കണം എന്ന്, എന്നിട്ട് മാത്രമേ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാവൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതാ യേശുവിൻ്റെ അടുക്കൽ 3 ദിവസം ഇവരായിരുന്നു. അങ്ങനെ 3 ദിവസത്തെ ഒരു നോമ്പാചരണത്തിൽ അല്ലെങ്കിൽ ഒരു വ്രതനിഷ്ഠയോടുകൂടി അവർ യേശുവിനെ സമീപിച്ചപ്പോഴാണ് ഈ അത്ഭുതത്തിന് ഒരു സാക്ഷിയായി തീർന്നത്. നമ്മുടെ ജീവിതത്തിലും ഇതാ ഒരുക്കത്തോടുകൂടി നമ്മൾ വിശുദ്ധ ആരാധനയെ സംബന്ധിക്കുന്നുവെങ്കിൽ, ആരാധനയെ സമീപിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അടയാളങ്ങൾ കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും കർത്താവ് ആ ആരാധനയെ സംപ്രീതനാകും. ആ ആരാധന നമുക്ക് ഇതാ പുതിയൊരു അഭിഷേകത്തിന് കാരണമായി തീരും എന്ന കാര്യത്തിൽ സംശയമില്ല. വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഇതാ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 48 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ കർത്താവ് പറയും, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. ഇത് നിങ്ങൾക്ക് മരുഭൂമിയിൽ വെച്ച് മന്ന വർഷിച്ചതുപോലെയല്ല. ആ മന്ന ഭക്ഷിച്ചവർ മരിച്ചുപോയി. എന്നാൽ ഇതാ ഞാൻ നൽകുന്ന ജീവൻ്റെ അപ്പം ഭക്ഷിക്കുന്നവർ ഒരിക്കലും മരിക്കുകയില്ല, അവർ നിത്യജീവനിലേക്ക് പ്രവേശിക്കും എന്ന് കർത്താവ് ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 48 മുതൽ 51 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും, വിശുദ്ധ കുർബാനയുടെ മുൻകുറി എന്നോണം കർത്താവ് പറയുന്ന മറ്റൊരു സംഭവമാണ്, സെബദീ പുത്രന്മാർ യേശുവിനെ സമീപിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ എന്നെ ഞങ്ങളെ വലത്തും ഇടത്തും ഇരുത്തണമേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ കുടിക്കുന്ന കാസ നിങ്ങൾക്ക് കുടിക്കാൻ കഴിയുമോ? ഇതാ ഞാൻ ഏൽക്കുന്ന സ്നാനം നിങ്ങൾക്ക് ഏൽക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയും, ഈ കാസ ഞങ്ങൾ കുടിച്ചുകൊള്ളാം, ഈ സ്നാനം ഏൽക്കാനും ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഇതാ എൻ്റെ പിതാവ് നിശ്ചയിക്കുന്നവർക്കാണ് എൻ്റെ ഇടത്തും വലത്തും ഇരിക്കാനുള്ള അവകാശം ലഭിക്കുകയെന്ന്. വീണ്ടും അവിടെ നിന്ന് പറയുന്നുണ്ട്, സുറിയാനി പിതാക്കന്മാർ കർത്താവ് ഇവിടെ പറഞ്ഞ കാസിയെയും അതുപോലെ സ്നാനത്തെയും കുറിച്ച് സുറിയാനി പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത് ജ്ഞാനത്തിൻ്റെ കാസ എന്നാണ്, അതുപോലെ കഷ്ടതയുടെ സ്നാനം എന്നാണ്. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ സമീപത്തിലേക്ക്, അതായത് കർത്താവിൻ്റെ തിരുശരീരങ്ങൾ അനുഭവിക്കുന്ന വിശുദ്ധ കുർബാന എന്ന സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയെ നമ്മൾ സമീപിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് ഇവിടെ മുൻകുറിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്ന്, ജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ കാസ നമ്മൾ കുടിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തേത്, കഷ്ടതയാകുന്ന സ്നാനം നമ്മൾ ഏൽക്കണം എന്നുള്ളതാണ്. ഇതെന്താണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് കർത്താവ് ഇതാ തിരുവചനങ്ങളിൽ, ന്യായപ്രമാണ ഗ്രന്ഥങ്ങളിലും
മോശയുടെ ഗ്രന്ഥങ്ങളിലും അതുപോലെ പ്രവചന ഗ്രന്ഥങ്ങളിലും യേശുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ജ്ഞാനത്തിൻ്റെ കാസ അവരെ കുടിപ്പിച്ചു. ഓരോ വിശുദ്ധ കുർബാനയിലും തിരുവചനങ്ങൾ വായിക്കപ്പെടുന്നുണ്ട് എന്ന് നമുക്കറിയാം. ആ തിരുവചനങ്ങൾ കൂടി ധ്യാനിച്ചുകൊണ്ടാണ് ഒരു വ്യക്തി ആരാധനയെ സമീപിക്കേണ്ടത്. അതുകൊണ്ട് ഇത് പരിജ്ഞാനത്തിൻ്റെ ബലിയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ അപ്പം ഖണ്ഡിക്കുന്നതിന് മുമ്പ് ഇതാ തിരുവചനങ്ങൾ പ്രവചന ഗ്രന്ഥങ്ങളിൽ നിന്ന്, പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ നിന്ന്, അതുപോലെ പൊതുലേഖനങ്ങളിൽ നിന്നും, പൗലോസ്ലീഹായുടെ ലേഖനത്തിൽ നിന്നും, സുവിശേഷത്തിൽ നിന്നും സമഗ്രമായി വേദപുസ്തകത്തെ അതിൻ്റെ ഇണവാക്യങ്ങളായിട്ട് ചേർത്ത് വെച്ച് ഓരോ വിശുദ്ധ കുർബാനയിലും വായിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ജ്ഞാനത്തിൻ്റെ കാസ കുടിക്കുക എന്ന് പറഞ്ഞാൽ ഈ പരിജ്ഞാനത്തെ സ്വീകരിക്കുക എന്നാണ്. ആ വചനങ്ങളെ അനുസരിക്കുക. അതുകൊണ്ടാണ് ഇതിൻ്റെ കാസ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ആ കാസ കുടിക്കുക എന്ന് പറഞ്ഞാൽ ഇതാ ആ വചനത്തെ കേൾക്കുക മാത്രമല്ല, അതിനെ അനുസരിക്കുക കൂടി ചെയ്യുമ്പോഴാണ് അത് പൂർത്തിയാകുന്നുള്ളൂ. വീണ്ടും പറയണം, കഷ്ടതയുടെ സ്നാനം ഏൽക്കണം. അപ്പോൾ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തു ഇതാ യോഹന്നാൻ സ്നാപകരിൽ നിന്ന് സ്നാനമേറ്റ് കഴിഞ്ഞപ്പോൾ പറയുന്നുണ്ട്, ഇനിയും എനിക്കൊരു സ്നാനമേൽക്കാനുണ്ട് എന്ന്. ആ സ്നാനം തൻ്റെ ക്രൂശുമരണത്തെയാണ് സൂചിപ്പിച്ചത്. അപ്പോൾ കഷ്ടതയുടെ സ്നാനം നമ്മുടെ ജീവിതത്തിൽ ഏൽക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. ഈ കഷ്ടതകളെ നമ്മൾ സ്വയം സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. ആരെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുന്നുവോ അവർ കഷ്ടതയുടെ കാസ കുടിക്കുന്നവർ, കഷ്ടതയുടെ സ്നാനം ഏൽക്കുന്നവരാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു ഗെത്സമനയിൽ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു, ഈ കാസ എന്നിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ അതൊരു സ്നാനമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കുന്നവർ ശരിക്കും സ്നാനമേൽക്കുന്നവരവരാണ്. സ്വന്തം ഇഷ്ടത്തെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇതാ സ്നാനമേറ്റു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രക്രിയയിലൂടെ കടന്നുപോയി എന്നതുകൊണ്ട് പ്രയോജനമില്ല. കഷ്ടതയുടെ സ്നാനം എന്ന് പറയുന്നത് സ്വന്തം ഇഷ്ടത്തെ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തെ നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കാനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിലുള്ള ഒരു ആരാധനയിലേക്ക്, സത്യത്തിലും ആത്മാവിലുമുള്ള ഒരു ആരാധനയിലേക്ക് നമ്മൾ നയിക്കപ്പെടുന്നത് അപ്പോഴാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ ആരാധനയിലൂടെ വന്ന് നിറയണമെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയാണ് സ്വന്തം ഇഷ്ടത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് നമ്മൾ വിമോചിതരായി തീരുക എന്നുള്ളത്. അത് കേവലം ഉന്മാദം പ്രാപിക്കുന്ന ഒരവസ്ഥയല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തെ തിരിച്ചറിഞ്ഞനുസരിക്കുന്നതാണ്. അതുകൊണ്ടാണ് സുബോധത്തോടുകൂടിയുള്ള ഒരു ആരാധനയാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ടാണ് ജ്ഞാനവചസ്സുകൾ ആദ്യം വായിക്കുകയും പിന്നീട് ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷയിൽ നമ്മൾ സജീവമായി പങ്കെടുക്കുകയും അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര രഹസ്യങ്ങൾ മുഴുവൻ തന്നെയും ഇതാ ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടാണ് ആരാധന നമ്മൾ അർപ്പിക്കുന്നത്. ആ ആരാധനയിൽ നമ്മളും ഒരു പങ്കാളിയായി തീരുന്നുണ്ട്. കഷ്ടതയുടെ കാസ കർത്താവ് കുടിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളെല്ലാം ആ കർത്താവിൻ്റെ ക്രൂശിനോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ആരാധനയിൽ പങ്കെടുക്കുന്നത്. അത്തരമൊരു ആരാധനയാണ് സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയായിട്ട് രൂപാന്തരപ്പെടുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വീണ്ടും അപ്പത്തെക്കുറിച്ചുള്ള മറ്റൊരു സൂചന കൂടി നമുക്ക് വളരെ ലഘുവായിട്ട് ചിന്തിക്കാം. അത് നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തു തൻ്റെ പരിശുശ്രൂഷയെ ആരംഭിക്കുമ്പോൾ ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം, അതുപോലെ മത്തായിയുടെ സുവിശേഷവും 4-ാം അധ്യായത്തിൽ തന്നെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട്, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു സ്നാനമേറ്റപ്പോൾ ആത്മാവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. പിശാച് അവനെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു. പിശാച് പരീക്ഷിക്കുന്നത് അപ്പവുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണമാണ് പിശാച് യേശുവിന് ആദ്യം കൊടുക്കുന്നത്. യേശുവിനോട് പറഞ്ഞു, ഇപ്പോൾ നിനക്ക് വിശക്കുന്നുണ്ട്, ഈ കല്ലുകളെ അപ്പമായി തീരാൻ കൽപ്പിക്കുക എന്ന്. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടുകൂടി ജീവിക്കണമെന്ന് നിയമാവർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവെന്ന്. ഇതാ അപ്പം കൊണ്ട് ജീവിക്കുന്ന വേണ്ടവരല്ല നമ്മൾ, ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. അപ്പം കൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അധ്വാനം കൊണ്ട് ജീവിക്കുക എന്നാണ്. നമ്മുടെ അധ്വാനം കൊണ്ട് ജീവിക്കേണ്ടവരല്ല, അതിഭൗതികമായ നിലയിൽ ജീവിക്കേണ്ടവരാണ് സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയിൽ ഇമ്പപ്പെടുന്ന വ്യക്തിക്ക്. തീർച്ചയായിട്ടും നമുക്കറിയാൻ കഴിയും, ആരാധനയിൽ ഇമ്പപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഭൗതികമായ കാര്യങ്ങളിൽ ഇടപെടുന്നതിന് ചില പരിമിതികളുണ്ടാകും. പലരും ആരാധനയ്ക്ക് വരാത്തത്, വിശുദ്ധ കുർബാനയിൽ ഇമ്പപ്പെടാത്തതിൻ്റെ കാരണം അവർക്ക് ഭൗതികമായ ഒരുപാട് കാര്യങ്ങൾ തിരക്കിലാണ്. ഈജിപ്തിൻ്റെ അടിമത്തത്തിലാണ് അവർ. അതാണ് പഴയ നിയമ ഇസ്രായേലിലെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കുമ്പോൾ യഹോവയായ ദൈവം പറയുന്നുണ്ട്, എന്നെ ആരാധിക്കാൻ വേണ്ടി അവരെ വിട്ടയക്കുക. മോശ മുഖാന്തരം യഹോവയായ ദൈവം പറയുന്നതാണ്, എന്നെ ആരാധിക്കേണ്ടതിനായിട്ട് എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്നാണ് ഇതാ ഫറവോനോട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതാ നമ്മുടെ ജീവിതത്തിൽ പുതിയ ഇസ്രായേലായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ
ഏതെങ്കിലും അടിമത്തത്തിൽ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ആരാധനയിലേക്ക് വരാൻ കഴിയില്ല. അത് പാപത്തിൻ്റെ അടിമത്തമാകാം. മറ്റൊന്ന് നമ്മുടെ ഭൗതികമായ ജോലി തിരക്കുകളുടെ ഒരു അടിമത്തമാകാം. വർക്ക് ഹോളിക്കായിട്ടുള്ള ആളുകൾ, അവർക്ക് ആരാധിക്കാൻ സമയം കിട്ടുകയില്ല. അവരുടെ അധ്വാനം കഴിഞ്ഞിട്ട് ദൈവത്തെ ആരാധിക്കാൻ സമയമില്ല. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന പഴയ നിയമ ഇസ്രായേലിൻ്റെ ഒരു അവസ്ഥയാണത്. പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്നവർ, തൊഴിലിൻ്റെ അടിമത്തത്തിൽ കഴിയുന്നവർ, സ്വന്തം ഇഷ്ടത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്നവർ, ഇങ്ങനെയുള്ള ആളുകൾക്ക് ആരാധിക്കാൻ സമയം കിട്ടുകയില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കേണ്ടവനാണ് എന്ന്. അതായത് പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന വ്യക്തി, ജോലി തിരക്കുകളുടെ അടിമത്തത്തിൽ കഴിയുന്ന വ്യക്തി, അവർ സ്വന്തം ഇഷ്ടത്തിൻ്റെ ബന്ധനത്തിൽ കഴിയുന്ന വ്യക്തി, ഇവരെല്ലാം അപ്പം കൊണ്ട് മാത്രം ജീവിക്കുന്നവരാണ്. അവർ ഭൗതികമായ യാഥാർത്ഥ്യങ്ങൾ മാത്രമേ അവരുടെ മുമ്പിലുള്ളൂ. അവർ പാപത്തിലേക്ക് വീണു പോകുന്നതും നിരന്തരം അവർ അധ്വാനിക്കുന്നതും അടിമകളെപ്പോലെ ജോലി ചെയ്യുന്നതുമെല്ലാം ഈ ഭൗതികമായ ലോകത്താണ്. നശ്വരമായ ഈ ലോകത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് അവരുടെ ഒന്നാം സ്ഥാനം അവർ കൊടുത്തിരിക്കുന്നത്. അവർക്ക് അതിഭൗതികമായ ജീവിതത്തെ കാണാൻ കഴിയുന്നില്ല. ദൈവത്തിൻ്റെ പരിപാലനയെ അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ആരാധിക്കുന്ന ജനം ദൈവത്തിൻ്റെ സ്വന്തമാണ് എന്ന തിരിച്ചറിവ് അവർക്കുണ്ടാകുന്നില്ല. അതുകൊണ്ട് കർത്താവ് പറയണം, മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കേണ്ടത്. നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇസ്രായേൽ ജനത്തിന് മന്ന വർഷിച്ചു കൊടുത്തുകൊണ്ട് യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സൗജന്യമായി ഈ മന്ന തരുന്നതിനൊരു ഉദ്ദേശമുണ്ട്. നിങ്ങളുടെ അധ്വാനം കൊണ്ട്, അപ്പം കൊണ്ട് മാത്രം ജീവിക്കേണ്ടവരല്ല നിങ്ങൾ, ദൈവത്തിൻ്റെ വചനം കൊണ്ടുകൂടി ജീവിക്കേണ്ടവരാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ അത്ഭുതം അടയാളം ചെയ്യുന്നതെന്ന് യഹോവയായ ദൈവം പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെയാണ്. സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയിൽ നമ്മൾ ഇമ്പപ്പെടുമ്പോൾ നമ്മൾ തിരിച്ചറിയുക, ദൈവപരിപാലനയുടെ അതിഭൗതികമായ ഒരു മേഖലയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതാണ് യേശു പിശാചിനോട് പറയുന്നത്. കേവലം കല്ലിനെ അപ്പമാക്കി ഭക്ഷിക്കേണ്ടവനല്ല യേശു. ദൈവത്തിൻ്റെ വാക്കനുസരിച്ച്, ദൈവത്തിൻ്റെ ഹിതം അനുസരിക്കുമ്പോൾ ദൈവം അതിഭൗതികമായി നമ്മളെ നിലനിർത്തും. ഇതാണ് അപ്പത്തിൻ്റെ ഒരു മുൻകുറി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വീണ്ടും പിശാച് പരീക്ഷിക്കുന്ന ഈ 3 പരീക്ഷണങ്ങളും സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. രണ്ടാമത്തെ പരീക്ഷ നമുക്കറിയാം. ഒരു ഉയർന്ന സ്ഥലത്ത് യേശുവിനെ കൂട്ടിക്കൊണ്ടുപോയതിന് ശേഷം ലോകരാജ്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്നെ ആരാധിക്കുന്നവർക്ക് ഞാനിതെല്ലാം ദാനമായി നൽകും എന്ന്. അപ്പോൾ പിശാചിനെ ആരാധിക്കുമ്പോൾ, സാത്താനെ ആരാധിച്ചാൽ ഈ വസ്തുലോകം മുഴുവൻ നമുക്ക് സ്വന്തമാക്കാൻ കഴിയും എന്ന് പിശാചി പറയുകയാണ്. സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയെക്കുറിച്ചുള്ള എത്രയോ വലിയൊരു സൂചനയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, നിൻ്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തു പിശാചിൻ്റെ മുമ്പിൽ ദൈവാരാധനയെക്കുറിച്ച് വലിയൊരു പ്രഖ്യാപനം നടത്തി. ആ ആരാധനയെയാണ്, സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയാണ് കർത്താവ് തന്നെയും സ്വയം ബലിയായി തീരുകയും തൻ്റെ ശരീരരക്തങ്ങൾ വിശ്വാസസമൂഹത്തിന് നൽകിക്കൊണ്ട്, മാനവരാശിക്ക് നൽകിക്കൊണ്ട് സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയെ സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ പൈശാചിക പീഡയിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാനായിട്ട് എല്ലാ ആരാധനകളും, സത്യത്തിലും ആത്മാവിലുമുള്ള വിശുദ്ധ കുർബാന എന്ന ആരാധനയ്ക്ക് സാധിക്കും എന്നുള്ളതാണ്. പിശാച് നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന എല്ലാ വെല്ലുവിളികളുടെ മുമ്പിലും നമുക്ക് പറയാനായിട്ട് സാധിക്കണം, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് പിശാച് നൽകുന്ന ഒരു പ്രലോഭനത്തിനും എന്നെ കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കില്ല. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയിൽ ഇമ്പപ്പെടുന്ന ഒരു വ്യക്തിക്ക് പൈശാചിക പ്രലോഭനങ്ങളിൽ നിന്ന് വിജയം നേടാനായിട്ട് സാധിക്കും. അത് നമുക്ക് ഈ വേദഭാഗത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വീണ്ടും നമുക്ക് കാണാൻ കഴിയും, പിശാചിൻ്റെ 3ാമത്തെ പരീക്ഷ എന്ന് പറയുന്നത്, അവനെ ഉയർന്ന സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുപോയി എന്നിട്ട് അവനോട് പറഞ്ഞു, താഴേക്ക് ചാടുക, നിൻ്റെ കാൽ കല്ലിൽ തട്ടാതെ വണ്ണം ദൂതന്മാർ നിന്നെ കാത്തുകൊള്ളുവെന്ന് 91 സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ 91 സങ്കീർത്തനം വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് പിശാച് യേശുവിനെ നേരിടുന്നത്. അപ്പോൾ യേശു പറഞ്ഞു, ദൈവത്തെ പരീക്ഷിക്കരുത് എന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു, എങ്ങനെ കാണുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നുണ്ട്. സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയിലേക്ക് അടുത്തു വരുന്നൊരു വ്യക്തി ദൈവവചനത്തെ ശരിയായ രീതിയിൽ വ്യാഖ്യാനിച്ച് ഗ്രഹിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ പിശാച് ദൈവവചനത്തെ വ്യാഖ്യാനിക്കുകയാണ്. 91 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്, കാൽ കല്ലിൽ തട്ടാതെ കൊണ്ട് നിന്നെ കാത്തുകൊള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത് പൈശാചിക പീഡയിൽ നിന്നുള്ളൊരു സംരക്ഷണമാണ്. അത് ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു സാഹസിക പ്രവൃത്തി ചെയ്യുമ്പോൾ ദൈവം നമ്മളെ രക്ഷിക്കും എന്നല്ല ആ വചനത്തെ വ്യാഖ്യാനിക്കേണ്ടത്. അപ്പോൾ പിശാച് ദൈവവചനത്തെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ കാസ,
അത് കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമ്പോഴാണ് ശരിയായ വ്യാഖ്യാനം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് തിരുവചന വായനകൾ ആരാധനയുമായി ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ തിരുവചനത്തിൻ്റെ വ്യാഖ്യാനം ഓരോ ആരാധനയിലും ഇതാ നമുക്ക് നൽകപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആരാധനയോട് ചേർന്ന് തിരുവചനങ്ങൾ വായിക്കപ്പെടുകയും വ്യാഖ്യാനിക്കപ്പെടുകയും വചനത്തെ ഖണ്ഡിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം ഇതാണ്. വചനത്തെ യഥാർത്ഥമായ അർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടി വ്യാഖ്യാനിച്ചെടുക്കാനായിട്ട് സത്യത്തിലും ആത്മാവിലുമുള്ള യഥാർത്ഥ ആരാധകന് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആരാധനയോട് ബന്ധപ്പെടുത്തി തിരുവചനത്തെ പഠിക്കുക, ആരാധനയോട് ബന്ധപ്പെടുത്തി നമ്മുടെ പ്രാർത്ഥനയെ ചിട്ടപ്പെടുത്തുക, ആരാധനയോട് ബന്ധപ്പെടുത്തി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക. ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ചുരുക്കമായിട്ട് ചിന്തിച്ചാൽ നമ്മളിന്ന് ഏതാനും മുൻകുറികൾ സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയുടെ ഏതാനും മുൻകുറികൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ആദ്യത്തെ അത്ഭുത കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തു ചെയ്ത ആദ്യത്തെ അത്ഭുതം പച്ചവെള്ളത്തെ പുതുവീഞ്ഞാക്കി മാറ്റി. ആ പുതുവീഞ്ഞിനെ കർത്താവ് തൻ്റെ പരിശുശ്രൂഷയുടെ അവസാന നാളുകളിൽ തിരുരക്തമാക്കി രൂപാന്തരപ്പെടുത്തുന്നു. അത് നമ്മൾ കാണുകയുണ്ടായി. അപ്പത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇതാ ഭൗതിക വസ്തുക്കളുടെ മേൽ തൻ്റെ അധികാരത്തെ അവിടുന്ന് വെളിപ്പെടുത്തി തന്നു. വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും, സബദീപുത്രന്മാരോട് കർത്താവ് പറയുന്നുണ്ട്, ഇതാ ജ്ഞാനത്തിൻ്റെ കാസയും കഷ്ടതയുടെ സ്നാനവും ഏൽക്കുന്നവർക്കാണ് ദൈവരാജ്യം അവകാശമാകുന്നത് എന്ന്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഇതാ കർത്താവിനെ മരുഭൂമിയിൽ വെച്ച് പിശാച് പരീക്ഷിക്കുമ്പോൾ ഇതാ കല്ലിനെ അപ്പമാക്കി തീർക്കാനുള്ള പ്രലോഭനം കൊടുക്കുന്നു. വീണ്ടും ശുദ്ധമുള്ള യോഹന്നാന് സുവിശേഷം 6-ാം അധ്യായത്തിലെ ജീവൻ്റെ അപ്പം താനാണ് അവിടുന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ മുൻകുറികളിലൂടെ കർത്താവ് അപ്പവീഞ്ഞുകളുടെ ശുശ്രൂഷയെ സ്ഥാപിച്ചു. സ്വർഗത്തിലെ ആരാധനയാണത്. മൽക്കിസദേക്ക് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അബ്രഹാമിന് വേണ്ടി ബലിയർപ്പിച്ചപ്പോൾ ബലിവസ്തുക്കളായിട്ട് കൊണ്ടുവന്നത് അപ്പവും വീഞ്ഞും ആണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെയും അപ്പവും വീഞ്ഞിൻ്റെയും ഈ ബലി അത് വിശുദ്ധ കുർബാനയാകുന്ന സത്യത്തിലും ആത്മാവിലുമുള്ള ഈ ആരാധനയിൽ ഇമ്പപ്പെടാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം ഇങ്ങനെ പ്രാർത്ഥിക്കാം. നല്ലവനും കാരുണ്യവാനുമായ ദൈവമേ, പഴയ നിയമ ആരാധനയെ നീക്കിക്കളഞ്ഞുകൊണ്ട് പുതിയ നിയമ ആരാധനയെ അവിടുന്ന് സ്ഥാപിച്ചുവല്ലോ. സിഹിയോൻ മാളികയിൽ അവിടുന്ന് സ്ഥാപിച്ച വിശുദ്ധ കുർബാന എന്ന ആരാധനയിൽ കൂടുതൽ ഇമ്പപ്പെടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയായി ഇതിനെ തിരിച്ചറിയുവാനും ആചരിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെയും ആമേൻ.